ഹലോ ഓൾ, IITs NITs കഴിഞ്ഞാൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന നെക്സ്റ്റ് സെറ്റ് ഓഫ് കോളേജുകളാണ് IIITs. ഒരുപാട് സ്റ്റുഡൻസും പാരൻസും എന്നോട് ചോദിക്കുന്ന, കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കോളേജുകളാണ് IIITs എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IIITസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുഴുവനായിട്ടും കാണുക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് IIITസിനെ കുറിച്ച് പറഞ്ഞു തരുന്ന മറ്റൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളുന്നില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ്, IIITസിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, IITs NITs കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരാണ് IIITs. അപ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിൽ IIIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഫുൾ ഫോം ആയിട്ട് മനസ്സിലേക്ക് വരിക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. പക്ഷെ അത് മാത്രമല്ല, IIIT എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോമിൽ ആക്ച്വലി 3 സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആർക്കും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യമാണ്. അതിലെ ഒരു സെറ്റാണ് ആക്ച്വലി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതും IIIT ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഗവൺമെന്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. ഇത് കൂടാതെ മറ്റൊരു സ്ഥാപനം കൂടെ ഇതേ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്, ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, വിച്ച് ഈസ് ആക്ച്വലി ഇൻ ഡൽഹി. അപ്പോൾ ഈ 3 സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും അഡ്മിഷൻ പ്രോസസ്സുകൾ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഓണേഴ്സ് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈ IIIT എന്ന് പറയുന്ന ടാഗിൻ്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചാണ്. ഓക്കെ, കാരണം ബാക്കി എല്ലാ IIITനെ കുറിച്ച് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഒരുപാട് സമയമെടുക്കുന്ന ഒരു വീഡിയോ ആയി മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ച്വലി ഇന്ത്യയിൽ 5 എണ്ണമാണുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന കാറ്റഗറിയിൽ 26ഓളം സ്ഥാപനങ്ങളുണ്ട്. ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കെല്ലാം ബിടെക് കോഴ്സുകളിലേക്ക്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രോഗ്രാമുകളിലേക്കാണ് അഡ്മിഷൻ നടക്കാറുള്ളത്. സോ ലെറ്റ്സ് സീ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഈ പറയുന്ന 26 സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ മറ്റു വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക കാണാൻ വേണ്ടിയിട്ട്. ആദ്യത്തേത് IIIT ഹൈദരാബാദ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പേരിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്നത് IIIT ഹൈദരാബാദ് ആണ്. തെലങ്കാനയിലാണ് അതുള്ളത്. രണ്ടാമത്തേത് IIIT ബാംഗ്ലൂർ, കർണാടകയിൽ. മൂന്നാമത്തേത് IIIT ഭുവനേശ്വർ, അത് ഒഡീഷയിലാണ്. ആൻഡ് IIIT നയ റായ്പൂർ, ഛത്തീസ്ഗഡിലാണ്. ആൻഡ് I2IT പൂനെ, മഹാരാഷ്ട്ര. IIIT തന്നെ നമുക്കറിയാം, IIIT എന്ന് പറഞ്ഞാൽ IIT തന്നെയാണ്. അപ്പോൾ അത് I2IT എന്നാണ് എഴുതിയിട്ടുള്ളത്. ചിലർക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ നമ്മളെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പോലെ H=I2RT പോലെ I2IT എന്താണെന്ന് സംശയം ഉണ്ടാകും. ആക്ച്വലി പൂനെയിൽ 2 IIITകളുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. അപ്പോൾ അത് പരസ്പരം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇവരിതിനെ I2IT എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 5 സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ IIIT ഹൈദരാബാദ് ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ നോൺ പ്രോഫിറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. അതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ല, പ്രൈവറ്റും അല്ല, അവരുടെ 2 പേര് പാർട്ട്ണർഷിപ്പ് ആണെന്ന് മാത്രമല്ല ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൂടി, ഒരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് വളരെ ഫേമസ് ആണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസും EC ബ്രാഞ്ചിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും, നല്ല പ്ലേസ്മെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ അവരുടെ എല്ലാം നമ്പർ 1 ചോയ്സുകളിൽ വരുന്ന കോളേജുകളിൽ ഒന്നാണ്. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടുത്തെ പ്ലേസ്മെന്റ്സ് തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 4 വർഷങ്ങളിലെ ഒഫീഷ്യൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 99, 96, 99, 97 ജോയിൻ ചെയ്ത ബാച്ചിൽ ജോയിൻ ചെയ്തതിൽ മിക്കവാറും കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, നല്ല പ്ലേസ്മെന്റോട് കൂടിയിട്ട് തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാറുണ്ട്. ഓരോ വർഷത്തെയും ശതമാനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഓരോ വർഷത്തെയും ഹയസ്റ്റ് പാക്കേജ് നോക്കിയാൽ 2020 85 lakhs per annum, 56 lakhs per annum, 74 lakhs per annum and 1.02 crore per annum ആണ് 2023 ഹയസ്റ്റ് പാക്കേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹയസ്റ്റ് പാക്കേജ് ആസ് യൂഷ്വൽ അത് കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. നമുക്ക് ആവറേജ് നോക്കുകയാണെങ്കിൽ 25 lakhs per annum, 30 lakhs per annum, 32 lakhs per annum, 23.43 lakhs per annum. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല IITസിനേക്കാളും പല NITസിനേക്കാളും ആക്ച്വലി എന്താണ് മുകളിലാണ് ഈ നമ്പേഴ്സ്, ഹയർ ആണ് ഈ നമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് IIIT ഹൈദരാബാദിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ കോളേജിലേക്ക് വരുന്ന സമയത്തും ഈ കണക്കുകളിൽ വ്യത്യാസം വരും. ആൻഡ് ഓരോരോ വർഷങ്ങളിലും എത്ര ശതമാനം കുട്ടികൾ പ്ലേസ്ഡ് ആയി എന്നുള്ളതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് ഈ താഴെ കാണുന്നത്. ഇതിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ JEE മെയിൻസ് ഒക്കെ കഴിഞ്ഞിട്ട് JEE അഡ്വാൻസ്ഡ് എക്സാമും കഴിഞ്ഞിട്ട് IITയിലേക്കും NITയിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ജോസ എന്ന് പറയുന്ന പ്രൊസീജിയർ അല്ല, സെപ്പറേറ്റ് ആണ്.
ആക്ച്വലി വളരെ ഡിഫറൻ്റ് ആണ് IIT ഹൈദരാബാദിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ. അത് മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 കോളേജുകളിലേക്കുമുള്ള അഡ്മിഷൻ പ്രൊസീജിയറും ഡിഫറൻ്റ് ആണ്. ഇവർ 5 പേരുടെ പേര് സെയിം ആണെങ്കിലും ഇത് 5 പേര് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസോ പരസ്പരം തമ്മിൽ കണക്ഷനുള്ള സ്ഥാപനങ്ങളോ ഒന്നുമല്ല. ഓരോന്നിൻ്റെയും പ്രവർത്തനം ഡിഫറൻ്റ് ആണ്, എല്ലാം ഓട്ടോണോമസ് ആണ്. ആൻഡ് മാത്രമല്ല അഡ്മിഷൻ പ്രോസസ്സുകളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ IIT ഹൈദരാബാദിലേക്ക് ആക്ച്വലി ഒരുപാട് വഴികളിലൂടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. SPEC എന്ന് പറയുന്ന ഒരു വിൻഡോ ഉണ്ട്, അതുപോലെ LEEE എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. JEE മെയിൻസ് വഴി അഡ്മിഷൻ എടുക്കുന്നുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ UGW എന്ന് പറയുന്ന IIT ഹൈദരാബാദ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് UGW. ഇത് വഴിയും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ബോർഡ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ IIT ഹൈദരാബാദിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. ഒളിമ്പ്യാഡ് എക്സാമുകൾ വഴി നേടാൻ പറ്റും. ദാസ സ്കീം വഴിയും നമ്മുടെ GCC കൺട്രീസിലും മറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് ദാസ സ്കീം വഴിയും എന്ത് ചെയ്യാൻ പറ്റും, IIT ഹൈദരാബാദിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഇവിടെ JEE മെയിൻ വഴിയുള്ള, അപ്പോൾ ഓരോ വിൻഡോ വഴിയും ഓരോ ഓപ്പർച്യൂണിറ്റി വഴിയുമുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. JEE മെയിൻ വഴിയുള്ള അഡ്മിഷൻ 4 വർഷത്തെ പ്രോഗ്രാമുകളിലേക്ക് മാത്രമാണ് എടുക്കുക. BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, BTech ഇൻ ECE, ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളും. അഡ്മിഷൻ റിക്വയർമെന്റ് എന്താണ്? ക്ലാസ് 12 ഓർ ഇക്വലന്റിൽ PCM 60% ഓർ മോർ വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75% ഇല്ലാതെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോളേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ എന്താണ്? അത് IIT ഹൈദരാബാദാണ്. പിന്നെ 2024 JEE മെയിൻ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ നടന്നത്. ഇനി വരാൻ പോകുന്ന വർഷം എന്തായിരിക്കും? 2025 റിസൾട്ട് വെച്ചിട്ടായിരിക്കും. അപ്ലിക്കേഷൻ ത്രൂ IITH അഡ്മിഷൻ പോർട്ടൽ, ജോസ വഴിയല്ല, IIT ഹൈദരാബാദിൻ്റെ തന്നെ അഡ്മിഷൻ പോർട്ടൽ വഴിയാണ് അഡ്മിഷൻ നടക്കുക. 2000 rupees ആണ് ഇവിടേക്കുള്ള അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് സീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് 100 സീറ്റുകളാണ് അലോ ചെയ്തിട്ടുള്ളത് JEE മെയിൻ വഴി. ഓക്കെ, JEE മെയിൻ വഴി. അതിലെ നമ്പർ ഓഫ് സീറ്റ് ഇൻ കോമൺ പൂൾ 75 ആണ്. ഡൈവേഴ്സിറ്റി പൂൾ എന്ന് പറയുന്നത് ഗേൾസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളതാണ് 25. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ 70 സീറ്റ് ഉണ്ട്. 52 and 18 എന്നുള്ള രൂപത്തിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 170 സീറ്റുകളാണ് JEE മെയിൻ വഴി നമ്മുടെ IIT ഹൈദരാബാദിലേക്ക് ഓരോ വർഷവും അഡ്മിഷന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അവിടെ സീറ്റ് കിട്ടാൻ എളുപ്പമാണ്. ഒരിക്കലും അല്ല, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലോസിംഗ് റാങ്കുകൾ നോക്കുക. കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഓൾ ഇന്ത്യ JEE മെയിനിലെ ഓൾ ഇന്ത്യ റാങ്ക് 1584 കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. പെർസെൻറ്റേജോ 99.87% വേണം. അതുപോലെ ECEയിലേക്ക് 4398 99.62. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന സ്ഥാപനമല്ലാത്തതുകൊണ്ട് റിസർവേഷൻസ് ഒന്നുമില്ല. ഈ പറയുന്ന റാങ്കുകളാണ്. അത് നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വരിക എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി 2024 ഉണ്ടായിരുന്ന ഡേറ്റുകളാണ്. ഇത് സിമിലർ ഡേറ്റ് നമുക്ക് 2025 പ്രതീക്ഷിക്കാം. അപ്ലിക്കേഷൻ പോർട്ടൽ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 28 മെയ് ആയിരുന്നു. കൗൺസിലിംഗ് പ്രോസസ്സുകളൊക്കെ ജൂൺ 2nd വീക്കോട് കൂടിയിട്ട് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. UGW ഇവർ നടത്തുന്ന, ഡയറക്റ്റ് ആയിട്ട് ഇവർ തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് UGW എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ BTechലേക്ക് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളിലേക്ക് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് സീറ്റുകൾ നമുക്ക് ഇവിടെ കാണാം. അത് ECE, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ച കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ നാച്ചുറൽ സയൻസസ്, കമ്പ്യൂട്ടിംഗ് ആൻഡ് ഹ്യൂമൻ സയൻസസ്, ജിയോ സ്പേഷ്യൽ ടെക്നോളജി തുടങ്ങിയ ഓരോ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിലേക്കുമുള്ള CS പ്രോഗ്രാമുകളാണ്. അപ്പോൾ UGWയുടെ പ്രത്യേകത ഇവരുടെ BTech പ്ലസ് MS എന്ന് പറയുന്ന MS ഇൻ റിസർച്ച്, MS ഇൻ മാസ്റ്റേഴ്സ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ഈ 2 ഡിഗ്രിയും കൂടെ കിട്ടുന്ന ഡുവൽ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് മാത്രമാണ് UGW വഴി അഡ്മിഷൻ എടുക്കുക. 4 വർഷത്തെ പ്രോഗ്രാം അല്ല, ഇത് 5 വർഷത്തെ പ്രോഗ്രാമാണ്. കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് BTech ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് UGW. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UGW എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ ബേസിലുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിലേക്കുള്ള കട്ട് ഓഫ് കാണാം. ആൻഡ് ഈ പറയുന്ന ഡിഫറെൻറ്റ് കാറ്റഗറി CND എന്ന് പറയുന്ന, ഞാൻ ഫുൾ ഫോം നേരത്തെ വായിച്ചു, CND പോലെയുള്ള CHD, CGD, ജിയോ സ്പേഷ്യൽ ടെക്നോളജി പോലെയുള്ള കോഴ്സുകളിലേക്കുള്ള നമ്പർ ഓഫ് സീറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമുകളാണ് ആക്ച്വലി UGW വഴി അഡ്മിഷൻ എടുക്കുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 12th പാസ്സായിട്ടുണ്ടാവണം, അതുപോലെ തന്നെ equivalent with PCM by June 2024. അതൊക്കെ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളാണ്. ഈ വർഷം ജസ്റ്റ് 2024 എന്നുള്ളത് നിങ്ങൾ 2025 ആക്കിയാൽ മതി. 3 മണിക്കൂറിൻ്റെ CBT എക്സാം വീട്ടിലുണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തും UGW എന്ന് പറയുന്ന പരീക്ഷ. അതിൽ സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് 60 മിനിറ്റിനും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 120 മിനിറ്റിനും കണ്ടക്ട് ചെയ്യും. അങ്ങനെ 3 മണിക്കൂറിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ട്. നെഗറ്റീവ് മാർക്കൊക്കെ ഉള്ള എക്സാം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ പ്രോസസ്സും ഉണ്ട്.
ജെയ്മെൻ വഴിയുള്ള 4 ഇയർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഇന്റർവ്യൂ പ്രോസസ് ഒന്നുമില്ല. പക്ഷേ UGW എന്ന് പറയുന്ന റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് ഇന്റർവ്യൂ കൂടെ ഉണ്ട്. കാരണം ഏറ്റവും നല്ല താല്പര്യമുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫ്രം UGW വിൽ ബി കോൾഡ് ഫോർ ആൻ ഇന്റർവ്യൂ. ഫൈനൽ അഡ്മിഷൻ ഡിസിഷൻ ബേസ്ഡ് സോൺലി ഓൺ ദി ഇന്റർവ്യൂ പെർഫോമൻസ്. അപ്പോൾ ഡൈവേഴ്സിറ്റി പോലെ 25% റിസർവേഷൻ ഫോർ വിമൻ ഉണ്ട് എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഡേറ്റുകൾ. എൻട്രൻസ് എക്സാം മെയ് 4 നടന്നു UGW. അതുപോലെ ഇന്റർവ്യൂ 11 മുതൽ 13 വരെ ജൂണിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫീസ് 2500 ആൺകുട്ടികൾക്ക്, 1250 രൂപയാണ് പെൺകുട്ടികൾക്ക്. 5 ഇയർ പ്രോഗ്രാമിലേക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ BTech in CS പ്ലസ് MS മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഡിഗ്രി അടക്കം കിട്ടും. കമ്പ്യൂട്ടേഷണൽ നാച്ചുറൽ സയൻസസ് അത് 10 സീറ്റുകളാണ്. അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡാണിത്. IIT ബോർഡ് വഴിയുള്ള അഡ്മിഷനാണ് ഈ കാണിക്കുന്നത്. ബോർഡ് എക്സാമിന്റെ റിസൾട്ട് വെച്ചിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ആക്ച്വലി 10ഉം 5ഉം 15 സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ് എക്സാം പെർഫോമൻസിന്റെ ബേസിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ പ്രോഗ്രാമിലേക്കാണ്? കമ്പ്യൂട്ടേഷണൽ നാച്ചുറൽ സയൻസസും അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഹ്യൂമൻ സയൻസസ് എന്ന് പറയുന്ന 2 പ്രോഗ്രാമുകളിലേക്ക്, അതും 5 ഇയർ ഡ്യൂൾ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള 15 സീറ്റുകൾ. ആപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് ഹൈ സ്കോർസ് ഇൻ ക്ലാസ് 12 ബോർഡ് എക്സാംസ് ഫ്രം എനി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ബോർഡ്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഡയറക്ട്ലി കോൾഡ് ഫോർ എൻ ഇന്റർവ്യൂ. അപ്പോൾ നിങ്ങളുടെ +1 +2 നമ്മുടെ കേരള സിലബസിൽ 1200 ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയ ആളുകൾക്ക് 99 98 അതിൻ്റെ മേലൊക്കെ ശതമാനം കിട്ടിയ ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഓർക്കുക, അതിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഫൈനൽ അഡ്മിഷൻ ഈസ് ബേസ്ഡ് ഓൺ സോൺലി ഓൺ ദ ഇന്റർവ്യൂ പെർഫോമൻസ്. അല്ലാതെ +2 മാർക്ക് എന്തിനാണ്? അത് ഷോർട്ട് ലിസ്റ്റിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നിങ്ങളുടെ അഡ്മിഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഇന്റർവ്യൂ പെർഫോമൻസിനെ മാത്രമായിരിക്കും. ഓൺലി സ്റ്റുഡൻസ് ഹു പാസ്ഡ് ക്ലാസ് 12 in 2024 ആർ എലിജിബിൾ. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. സോ ഇനി വരാൻ പോകുന്ന അഡ്മിഷൻ 2025 കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുക. ഇത് ഏത് വഴിയാണ്? ബോർഡ് വഴിയുള്ള IITH അഡ്മിഷനാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ പ്രത്യേകത, ഒരുപാട് വഴിയിലൂടെ ആക്ച്വലി എന്തുണ്ട്, അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മസ്റ്റ് ഹാവ് പാസ്ഡ് 12th എന്നുള്ളത് ഞാൻ പറഞ്ഞു. വിത്ത് 90% ഓർ മോർ ഇൻ മാത്തമാറ്റിക്സ് എന്തായാലും ഉണ്ടായിരിക്കണം. കാറ്റഗറി 1 90% ഓർ മോർ ഇൻ PCM, എലിജിബിൾ ഫോർ CND പ്രോഗ്രാം ഓൺലി. അപ്പോൾ PCMൽ +1 +2 അല്ലെങ്കിൽ +2 90% ഓർ മോർ അഗ്രിഗേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? CND എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഒരു കമ്പ്യൂട്ടേഷണൽ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി 2 85% ഓർ മോർ അഗ്രിഗേറ്റ് ഇൻ മാത്ത് ആൻഡ് 1 സബ്ജക്ട് എമംഗ് ഹിസ്റ്ററി ഓർ പൊളിറ്റിക്കൽ സയൻസ് ഓർ ജിയോഗ്രഫി ഓർ എക്കണോമിക്സ്, ഇംഗ്ലീഷ് ഇലക്ടീവ് സോഷ്യോളജി, അവർക്ക് എന്ത് ചെയ്യാം? CHD പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മാത്തമാറ്റിക്സും പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും കോഴ്സസും +2 എടുത്ത ആളുകൾക്കും ആക്ച്വലി എന്ത് ചെയ്യാം? കാറ്റഗറി 2 വഴി ബോർഡ് എക്സാമിന്റെ മാർക്ക് വെച്ചിട്ട് IIT ഹൈദരാബാദിലേക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സ് കോഴ്സ് വിത്ത് കാൽക്കുലസ് റിക്വയർഡ്. പ്രത്യേകം ആലോചിക്കുക, കാൽക്കുലസ് നിർബന്ധമാണ്. അത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ IITH ഒന്നും കയറാൻ കഴിയില്ല. ബിസിനസ് ഓർ കൊമേഴ്സ് മാത്തമാറ്റിക്സ് നോട്ട് കൺസിഡേർഡ്. കൊമേഴ്സ് മാത്തമാറ്റിക്സ് ഇസ് നോട്ട് കൺസിഡേർഡ് എന്ന് പ്രത്യേകം നോക്കാം. ഇഫ് എലിജിബിൾ ത്രൂ ബോത്ത് ബോർഡ്സ് ആൻഡ് UGW മോഡ്സ്, ദ ഇന്റർവ്യൂ വിൽ ബി കണ്ടക്ടഡ് ബൈ ദ UGW പാനൽ. 2 മെത്തേഡിലൂടെ എലിജിബിൾ ആയ കുട്ടികളെ UGWയുടെ പാനലായിരിക്കും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അതിന്റെ ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്താൽ കാണാം. ഇത് അടുത്ത വർഷത്തേക്ക് സിമിലർ ഡേറ്റുകൾ ആയിരിക്കുമെന്ന് ആലോചിച്ചാൽ മാത്രം മതി. 2000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. അടുത്ത ചാനലാണിത്, SPEC, സ്പെഷ്യൽ ചാനൽ ഫോർ അഡ്മിഷൻ. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൽ 10 സീറ്റും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 10 സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇതിലും നിങ്ങൾ 12th പാസ്സായിട്ടുണ്ടാവണം. മസ്റ്റ് ബിലോങ് ടു വൺ ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ്. അപ്പോൾ എന്താണ് ഈ SPEC വഴിയുള്ള അഡ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ, കറന്റ്ലി എൻറോൾഡ് ഇൻ 4th semester ഓഫ് ആൻ ഇൻ്റഗ്രേറ്റഡ് 6 year 12th plus BTech പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ 6 വർഷത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. +1 +2 കൂടെ BTechും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് 6 വർഷത്തെ പ്രോഗ്രാം. അതിലെ 4th semester എന്ന് വെച്ചാൽ 12th കംപ്ലീറ്റ് ആയി നിൽക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ സ്ഥാപനം സ്വിച്ച് ചെയ്തുകൊണ്ട് IIT ഹൈദരാബാദിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് SPEC എന്ന് പറയുന്നത്. അതിൽ തന്നെയുള്ള വൺ ഓഫ് ദി ഫോളോയിങ് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ രണ്ടാമത്തെ കാറ്റഗറി ഇതാ, സ്റ്റഡീഡ് അറ്റ് ജവഹർ നവോദയ വിദ്യാലയ ഫ്രം 6th to 12th 6 മുതൽ 12 വരെ ജവഹർ നവോദയ വിദ്യാലയയിൽ പഠിച്ച കുട്ടികൾക്കും SPEC വഴിയുള്ള അഡ്മിഷന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അതുപോലെ ക്വാളിഫൈഡ് ഫോർ ഉഡാൻ സ്കീം CBSE ഫോർ ഗേൾസ്, ഉഡാൻ സ്കീം ഫോർ CBSE ഫോർ ഗേൾസ്, ഇത് ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും പെൺകുട്ടികൾക്കും ട്രൈ ചെയ്യാം. കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ത്രൂ UGW മോഡ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ത്രൂ SPEC മോഡ്. UGWയിലൂടെ എക്സാം ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ SPEC മോഡ് എന്ത് ചെയ്യാൻ പാടില്ല? ട്രൈ ചെയ്യാൻ പാടില്ല. 60 മിനിറ്റിൻ്റെ ഒരു എക്സാം ഇതിലുണ്ടായിരിക്കും. സബ്ജക്ട് പ്രൊഫഷൻസിയാണ് ടെസ്റ്റ് ചെയ്യുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോളേജിൻ്റെ തന്നെ പ്രത്യേകത, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓരോ കുട്ടികളുടെയും സബ്ജക്റ്റീവായിട്ട് അവരുടെ എല്ലാം കഴിവുകളും ആപ്റ്റിറ്റ്യൂഡും അവരുടെ എന്താ പറയുക ബാക്കി എല്ലാ സ്കിൽസും ടെസ്റ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും അഡ്മിഷൻസ് എടുക്കുന്നതാണ് പ്രത്യേകത. അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന കഴിഞ്ഞ വർഷത്തെ ഡേറ്റുകളാണ്. ഈ വർഷത്തത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. ആൻഡ് അടുത്ത മെത്തേഡ് ലാറ്ററൽ എൻട്രി എൻട്രൻസ് എക്സാം. തീർന്നിട്ടില്ല. LEEE വഴി എന്ത് ചെയ്യാം? ഇവിടേക്ക് അഡ്മിഷൻ നേടാം. ഇത് ആക്ച്വലി ആർക്കാണ്? ഇത് ECE CSE ഡുവൽ ഡിഗ്രിയിലേക്കാണ് അഡ്മിഷൻ നേടുക.
കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി കംപ്ലീറ്റിംഗ് സെക്കൻഡ് ഇയർ ഓഫ് BE ഓർ BTech. ഓൾറെഡി BTech പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസോ IT ഇലക്ട്രോണിക്സോ അതുപോലെ ട്രിപ്പിളി ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആവുന്ന കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി IIIT ഹൈദരാബാദിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അഗ്രിഗേറ്റ് ഓഫ് 80% മാർക്ക് ഓർ 8 CGPA അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് സെമസ്റ്റർ എൻഡിൽ CGPA 8 എങ്കിലും ഉണ്ടായിരിക്കണം. അവർക്കും ഒരു എക്സാം ഉണ്ട് 3 മണിക്കൂറിൻ്റെ. 30 സീറ്റുകളാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി വഴി മാറ്റി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ആർക്കൊക്കെയാണ് നമ്മുടെ കേരളത്തിലടക്കം സെക്കൻഡ് ഇയർ BTech ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ഇയറിലേക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ എൻട്രി വഴി IIIT ഹൈദരാബാദിലേക്ക് ശ്രമിക്കാവുന്നതാണ്. 2000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. ആൻഡ് തീർന്നില്ല, ഒളിമ്പ്യാഡ് അടുത്ത ചാനലാണ് ഒളിമ്പ്യാഡ്. ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് ഇൻ ഇൻഫോർമാറ്റിക്സ്, സയൻസ് ഒളിമ്പ്യാഡ്, PCB ആൻഡ് അസ്ട്രോണമി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, ഇന്റർനാഷണൽ ലിംഗ്വിസ്റ്റിക് ഒളിമ്പ്യാഡ്, അതുപോലെ പാനിനി ലിംഗ്വിസ്റ്റിക് ഒളിമ്പ്യാഡ്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ത്രൂ ഓൺലൈൻ പോർട്ടൽ ടു അപ്പിയർ ഡയറക്ട്ലി ഫോർ ദ ഇന്റർവ്യൂ. അപ്പോൾ 1500 രൂപ കൊടുത്ത് നിങ്ങളുടെ ഒളിമ്പ്യാഡ് എക്സാമിന് നിങ്ങൾക്ക് ഈ പറയുന്ന ഒളിമ്പ്യാഡുകളിൽ ഏതെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ, നാഷണൽ ലെവലിലൊക്കെ പോയി കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ IIIT ഹൈദരാബാദിലേക്ക് ഇവരുടെ പോർട്ടലിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ആൻഡ് ഫൈനലി ദാസ സ്കീമിനെ കുറിച്ച് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ്. അത് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇന്ത്യയിലെ ചില കോളേജുകളിൽ പഠിക്കാനുള്ള സ്കീമാണത്. ഹോൾഡ് എ ഫോറിൻ പാസ്പോർട്ട് ഉള്ളവരായിരിക്കാം, കംപ്ലീറ്റഡ് 11th and 12th ഓർ ഇക്വലന്റ് വിത്ത് PCM എനിവെയർ ബൈ June 2024, നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ 2025. മിനിമം ആഗ്രിഗേറ്റ് SAT സ്കോർ ഉള്ള ആളുകൾക്ക് അത് ശ്രമിക്കാവുന്നതാണ്. 1070 ഔട്ട് ഓഫ് 1600. അപ്പോൾ ദാസ സ്കീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്, അത് കണ്ടു നോക്കുക. അപ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്കും IIIT ഹൈദരാബാദിലേക്ക് ശ്രമിക്കാം. 4 ഇയർ സിംഗിൾ ഡിഗ്രി പ്രോഗ്രാം ഈ 35 സീറ്റ് ടോട്ടൽ ഉണ്ട്. ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് ഇത് 6 സീറ്റുകളും ആക്ച്വലി ദാസ സ്കീം വഴി അവൈലബിൾ ആണ്. അപ്പോൾ ദാസ സ്കീം യൂഷ്വലി ലെസ് കോമ്പറ്റേറ്റീവ് ആണ്, കാരണം അതിന് ഇന്ത്യയിൽ +1 പഠിക്കുന്ന ആർക്കും ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കാം. ഇവിടുത്തെ ഫീസ് എത്രയാണ്? IIIT ഹൈദരാബാദിലെ ഫീസ് എത്രയാണ്? ഒരു വർഷം 4 ലക്ഷം രൂപയാണ്. ഇത് പല IITസിനേക്കാളൊക്കെ മുകളിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ഫീസുള്ള കോളേജോ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം. അപ്പോൾ അത്രയും അടിപൊളി കോളേജാണ്. 97-99% ആളുകൾക്കും നല്ല പ്ലേസ്മെന്റ് കിട്ടുന്നതാണ്. ആവറേജ് പാക്കേജ് തന്നെ 30 ലക്ഷം per annum ആണ്. അപ്പോൾ ഈ ഫീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ 4 വർഷത്തെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 16 ലക്ഷം ഫീസ് എന്ന് പറയുന്നതൊക്കെ വളരെ ഈസിലി തിരിച്ചടക്കാൻ സാധിക്കും, ലോണൊക്കെ എടുത്തുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട്. മെസ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ 5th ഇയർ ഡുവൽ ഡിഗ്രി ട്യൂഷൻ ഫീസ് സപ്പോർട്ട് ഈസ് എക്സ്പെക്ടഡ് ബൈ ദ റിസർച്ച് അഡ്വൈസർ ഓർ റിസർച്ച് സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൾ മെറിറ്റോറിയസ് സ്റ്റുഡൻസ്. 5th ഇയറിൽ നിങ്ങൾക്ക് കുറച്ച് ഫീസിൽ കുറച്ച് അളവ് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വേരിയസ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ഇസ് ഓൾസോ അവൈലബിൾ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് IIIT ഹൈദരാബാദിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾ ചോദിക്കണം. അടുത്തത് IIIT ബാംഗ്ലൂരാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിലെ 2ാമത്തെ റാങ്കിലായി നിൽക്കുന്ന കോളേജാണ് IIIT ഹൈദരാബാദ്. ഇതും ഒരു നോൺ പ്രോഫിറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ റൺ ചെയ്യുന്ന സ്ഥാപനമാണ്. JEE മെയിൻ്റെ സ്കോർ വഴിയാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ. സെപ്പറേറ്റ് അഡ്മിഷൻ ആണ്, ജോസ വഴിയല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 4 ഇയർ പ്രോഗ്രാമാണ്. അതിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുപോലെ ECE ഉണ്ട്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് DSAI എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. അതിൽ ഓരോന്നിലെയും നമ്പർ ഓഫ് സീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ 5 ഇയർ പ്രോഗ്രാം ഉണ്ട്, ഇന്റഗ്രേറ്റഡ് MTech ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിലും ECEയിലും. ഇവിടേക്കുള്ള അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ JEE മെയിൻ്റെ സ്കോർ വഴിയാണ് അഡ്മിഷൻ കൺസിഡർ ചെയ്യുക. പക്ഷേ എന്ത് വഴിയല്ല, ജോസയുടെ പോർട്ടൽ വഴിയല്ല അഡ്മിഷൻ ഓർക്കുക. ഇവിടുത്തെ പാക്കേജുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ 65 lakhs per annum, 65 തന്നെയാണ്. 2 crore വരെ ഹയസ്റ്റ് പാക്കേജ് 2022 പോയിട്ടുണ്ട്. 45.6 ആണ് 21. ആവറേജ് 23, 28, 32, 35. അപ്പോൾ ആക്ച്വലി നല്ല എക്സലന്റ് പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു കോളേജ് തന്നെയാണ് IIIT ബാംഗ്ലൂർ. അവിടുത്തെ പെർസെൻറ്റേജ് നോക്കിയാൽ 91%, 97, 86, 88. അപ്പോൾ നമ്മുടെ IIIT ഹൈദരാബാദിൻ്റെ അത്രയും പെർസെൻറ്റേജ് എന്തിലില്ല, പ്ലേസ്മെന്റിലില്ല. എന്നാൽ പോലും മോർ ദാൻ എന്താണ് നമ്മുടെ നോർമൽ കോളേജുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണുള്ളത്. ഇവിടുത്തെ ഫീസ് നോക്കുകയാണെങ്കിൽ ഇതാ ടോട്ടൽ ഫീ ആണിത്. 4 വർഷത്തേക്കുള്ള ഫീ ഏകദേശം 20 ലക്ഷം രൂപയാണ്. MTechനാണെങ്കിൽ 26 ലക്ഷം രൂപയായിരിക്കും. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും വേറെ തന്നെയാണ്. മെഡിക്കൽ ഇൻഷുറൻസ് 2000 per annum. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ വരും. ഡെഫിനറ്റ്ലി യെസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കേണ്ടി വരും. ഈ പറയുന്ന നല്ല പ്ലേസ്മെന്റ്സിലൂടെ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തിരിച്ചടക്കാവുന്നതുമാണ്. ഓക്കെ. ഇനി ഇവിടേക്കുള്ള ഫീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് സ്കോളർഷിപ്പും ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഉത്കർഷ എന്ന് പറയുന്ന സ്കോളർഷിപ്പ് 100% ട്യൂഷൻ ഫീ വൈവർ കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അതിന് ടോപ്പ് 5 JEE മെയിൻ റാങ്ക് ഹോൾഡേഴ്സ് വിത്തിൻ എ CRL ഓഫ് 999 ഓർ ബെറ്റർ. ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികളിലെ ഏറ്റവും ടോപ്പ് 5 JEE മെയിൻ റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കണം. ആൻഡ് അവരുടെ റാങ്ക് 999 ഓർ ബെറ്റർ ആയിരിക്കണം. ഓക്കെ, 999 ഓർ ബെറ്റർ ആയിരിക്കണം എന്ന് മാത്രമല്ല, ഇവിടെ ജോയിൻ ചെയ്തതിലെ ടോപ്പ് 5 കുട്ടികൾക്ക് ട്യൂഷൻ ഫീ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര 20 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ഈ കാണുന്നത്. 4 ഇയർ BTech ഓർ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MTechൽ ജോയിൻ ചെയ്യാം. ഡീൻസ് ലിസ്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പരിപാടി ഉണ്ട് ഇവിടെ. അതിൻ്റെ എലിജിബിലിറ്റി BTech ആൻഡ് ഇന്റഗ്രേറ്റഡ് MTech സ്റ്റുഡൻസ് വിത്ത് CGPA ഓർ 3.6 ഓർ മോർ.
അവാർഡ് 50,000 പെർ ഇയർ സബ്ജക്ട് ടു ഫണ്ട് അവൈലബിലിറ്റി. അപ്പോൾ അവിടെ പോയിട്ട് നല്ല പെർഫോമൻസ് കാണിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീൻസ് ലിസ്റ്റ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. AICTE സ്കോളർഷിപ്പ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് M.Tech സ്റ്റുഡൻസ് വിത്ത് എ വാലിഡ് ഗേറ്റ് സ്കോർ ഇൻ ദിയർ ഫൈനൽ ഇയർ. അപ്പം ഗേറ്റ് എഴുതിക്കൊണ്ട് ഫൈനൽ ഇയറിൽ 5ാമത്തെ വർഷം കിട്ടുന്ന സ്കോളർഷിപ്പാണ് AICTE. ആസ് പെർ AICTE നോംസ് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സ്കോളർഷിപ്പും കിട്ടും. ഇവിടുത്തെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ JEE മെയിനിൽ 8,000 ഓൾ ഇന്ത്യ റാങ്ക് 8,000 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലോസിംഗ് റാങ്ക്. അതുപോലെ 10,500 ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുള്ളത്. ഇവിടെയും റിസർവേഷൻ ഒന്നുമില്ല. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമല്ല, ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി അടുത്തത് IIITയിൽ വരുന്ന അടുത്തത് നയ റായ്പൂർ, നമ്മുടെ സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഛത്തീസ്ഗഡിലുള്ള സ്ഥാപനമാണ്. ഇത് ആക്ച്വലി എന്താണ്, സ്റ്റേറ്റ് ഫണ്ടഡ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണത്. ഇത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോ മറ്റൊന്നുമല്ല. ഛത്തീസ്ഗഡ് റായ്പൂർ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. JEE മെയിൻ സ്കോർ വഴി മാത്രമാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ. അപ്പോൾ നമ്മുടെ IIIT ഹൈദരാബാദിൽ മാത്രമാണ് 4, 5, 6 വഴി ചാനൽസ് വഴിയുള്ള അഡ്മിഷൻ നടക്കുന്നത്. ഇവിടെ JEE മെയിൻ്റെ സ്കോർ വഴി, അതും ജോസ വഴി തന്നെ, ത്രൂ ജോസ. സ്റ്റേറ്റ് ഫണ്ടഡ് ആയതുകൊണ്ട് തന്നെ ജോസ വഴിയാണ് അഡ്മിഷൻ നടക്കുക. 4-ഇയർ പ്രോഗ്രാമുകൾ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ECE, DSAI ഒക്കെ ഉണ്ട്. അതിലെ ക്ലോസിംഗ് റാങ്കുകൾ, കറസ്പോണ്ടിങ് ക്ലോസിംഗ് റാങ്കുകൾ ഫോർ കോമൺ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 19,000, 33,000, 23,000 ആണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിലും ഹയസ്റ്റ് ആയിട്ട് 82, 85, 57, 43 ലാക്ക് പെർ ആനം വന്നിട്ടുണ്ട്. ആവറേജ് 16, 16.5, 12.67 ആണ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ. പിന്നെ പ്ലേസ്മെന്റ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 76% ആണ് 2024. അതിൻ്റെ മുന്നേ 3 വർഷം 100% പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്നത് പ്ലേസ്മെന്റിന് വേണ്ടി താല്പര്യത്തോടു കൂടി ഇരുന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ 3 വർഷങ്ങളിലും 100% പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം 76% മാത്രമാണ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ IIIT നയ റായ്പൂരിൻ്റെ വിശേഷങ്ങൾ. അവിടുത്തെ ഫീസ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെം 1 and 2 ട്യൂഷൻ ഫീ 3,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ സെമസ്റ്റർ 3 മുതൽ എന്താണ് 48,000 പെർ സെമസ്റ്റർ ആണ്. എന്ന് വെച്ചാൽ ഒരു വർഷം എത്ര വരും, 1,00,000 വരും. അപ്പോൾ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, 1 ടൈം ഫീസൊക്കെ കാണാം. ഇതൊന്നും നമ്മുടെ ആദ്യത്തെ 2 കാറ്റഗറി IIIT ഹൈദരാബാദിൻ്റെയും ബാംഗ്ലൂരിൻ്റെയും അടുത്ത് പോലും എത്തില്ല ഈ ഫീസ്. അപ്പം സ്ഥാപനത്തിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു റാങ്കിങ്ങും റെപ്യൂട്ടേഷനും ഒക്കെ എന്താണ് ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. ഫീസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 100% ട്യൂഷൻ ഫീ വേവർ ഉണ്ട് ഫോർ 100% ഓഫ് സ്റ്റുഡൻസ് ഫോർ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ കാര്യമായിട്ട് ഫീസൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും നിയർലി ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാം. അടുത്ത ഇയറിലേക്ക് വരുന്ന സമയത്ത് 50%, ടോപ്പ് 50% കുട്ടികൾക്ക് ഫുൾ ഫീ വേവർ ആണ്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഫീല് ഡിസ്കൗണ്ട് തരുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓരോ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ ഓരോന്നാണ്. 100% ട്യൂഷൻ ഫീ വേവർ ഫോർ 33% ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ടോപ്പ് 1/3 ഫുൾ ഫ്രീ ആണ് ട്യൂഷൻ ഫീ. അടുത്ത് കഴിഞ്ഞ് 4th ഇയറിലേക്ക് വരുമ്പോഴോ ടോപ്പ് 25% ഫ്രീ ആണ്. ഇതാണ് ഇവിടുത്തെ സ്കോളർഷിപ്പ് സ്കീം. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വർഷം ബേസിക്കലി അധികം ഫീസൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് IIT ഭുവനേശ്വർ ആണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഭുവനേശ്വർ. ഇതൊരു നോൺ പ്രോഫിറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തന്നെയാണ്. ഇതും JEE മെയിൻ സ്കോർ വഴിയാണ്, ജോസ വഴി തന്നെയാണ് അഡ്മിഷൻ. ഇതിൽ നമുക്കറിയാം ഭുവനേശ്വർ ഒറീസയിലാണ്. അപ്പോൾ ഒഡീഷ സ്റ്റുഡൻസിന് 50% സീറ്റുകൾ ഒഡീഷ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഇവിടുത്തെ BTech പ്രോഗ്രാമുകൾ നിങ്ങൾ നോക്കാം. CSE ഉണ്ട്, CE ഉണ്ട്, IIIT ഉണ്ട്, അതുപോലെ തന്നെ IT ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ജോസ വഴിയുള്ള JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്കാണ് ഈ കാണുന്നത്. JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്, ലാസ്റ്റ് റാങ്ക്, കട്ട് ഓഫ് ആണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷത്തെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 79% കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതിൽ 26, 39, 25, 30 ആണ് ഹയസ്റ്റ് പാക്കേജ്. ആവറേജ് 7, 8, 11, 8.8 എന്നുള്ള രൂപത്തിലുള്ള പാക്കേജുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി റിലേറ്റീവ്ലി ന്യൂ കോളേജാണ്. അത്ര ഹൈ നമ്പർ ഓഫ് പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല, ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സ്റ്റിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള കാറ്റഗറിയിൽ തന്നെയാണ്. ട്യൂഷൻ ഫീസ് BTechന് വേണ്ടിയിട്ട് 3.5 ലക്ഷം ഫീസാണ് ടോട്ടലി ഉള്ളത്. മറ്റ് ഫീസുകളെല്ലാം കൂടെ ചേർത്ത് ഒരു 1 ടൈം ഫീ ഉണ്ട്, ഹോസ്റ്റൽ ഫീസ് ഉണ്ട്, അതർ ഫീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫീസാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ I2IT, പൂനെയിലുള്ള I2IT. ഞാൻ പറഞ്ഞു പൂനെയിൽ ഓൾറെഡി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്. അതിലെ I2IT എന്നുള്ള സെപ്പറേറ്റ് പേര് കൊടുക്കാൻ കാരണം ഇത് രണ്ടും അവിടെ ഉള്ളതുകൊണ്ടാണ്. സോ ദിസ് ഇസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ പൂനെ, വിച്ച് ഇസ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 5 സ്ഥാപനത്തിൻ്റെയും എല്ലാ സ്വഭാവങ്ങളും എന്താണ്, വളരെ ഡിഫറൻ്റ് ആണ്. പേര് സെയിം ആണെങ്കിൽ കൂടെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് ഇവർ തന്നെ നടത്തുന്ന CAP എന്ന് പറയുന്ന സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സാണ് ഇവിടെ കൺസിഡർ ചെയ്യുക. അവിടെ JEE മെയിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യും. അതുപോലെ മഹാരാഷ്ട്ര കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോറും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. 4-ഇയർ പ്രോഗ്രാമുകളുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 120
120 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 60 സീറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി 120 സീറ്റുകളാണുള്ളത്. പാക്കേജുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ ടോപ്പ് പാക്കേജ് 9.5 LPA ആണ് 2024 വന്നിട്ടുള്ളത്. ആൻഡ് 18 lakhs per annum ആണ് ഇതിന്റെ മുന്നത്തെ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ 2024 ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെന്റ് നമുക്കറിയാം. മൊത്തത്തിൽ ഗ്ലോബലി തന്നെ ഈ പറയുന്ന ഹയറിങ്ങും പ്ലേസ്മെന്റ്സിന്റെ എല്ലാം നമ്പറുകൾ കുറച്ച് കുറവായിരുന്നു. IIT-ലും NIT-ലും അടക്കം എന്താണ് കുറവായിരുന്നു. പക്ഷെ ആ ഒരു ഗ്ലോബലി ഉള്ള എക്കണോമിക് ക്രൈസിസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും നല്ല നല്ല പ്ലേസ്മെന്റ്സ് ഈ കോളേജുകളിലേക്കൊക്കെ എന്ത് ചെയ്യും എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. ആവറേജ് 6.73 and 8.11 lakh per annum ആണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഫീസ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഹോസ്റ്റൽ ഫീസ് 76,760 per year ആണ്. അതുപോലെ ട്യൂഷൻ ഫീസ് 3,87,720 രൂപയാണ്. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 കോളേജുകൾ ഇതാണ് ഇതിൽ ഏറ്റവും ടോപ്പ്. IIT ഹൈദരാബാദും IIT ബാംഗ്ലൂരുമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന കാറ്റഗറിയിലെ 5 ടോപ്പ് 2. ഇവിടെയൊക്കെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ എത്താൻ വേണ്ടിയിട്ട് പഠിക്കുന്നതും നല്ല റാങ്കുള്ള ആളുകൾ പോകുന്നതും. അവിടേക്കുള്ള അഡ്മിഷൻ ഡയറക്റ്റ് ആയിട്ടും അതുപോലെ മൾട്ടിപ്പിൾ ചാനൽസ് വഴി അഡ്മിഷൻസ് പോസിബിൾ ആണ്. IIT ഹൈദരാബാദിന്റെ കേസിൽ അത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് ഭുവനേശ്വറും അതേപോലെ തന്നെ നയാ റായ്പൂറും ജോസ വഴി തന്നെയാണ് അഡ്മിഷൻ. ആൻഡ് ഫൈനലി I2 IT പൂനെ എന്ന് പറയുന്നത് ക്യാപ്പ് വഴിയാണ് അതിലേക്കുള്ള അഡ്മിഷൻ നടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ IIT എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കോളേജുകളിലെ ഒരു കാറ്റഗറിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ, വിച്ച് ഇസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ ലെങ്തി ആയെന്നറിയാം, പക്ഷേ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ ചോദിക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ പാരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനും ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.